അയ്യപ്പന്റെ സ്വർണം കെട്ടെടുത്ത ഈ നാട്ടിലെ അഴിമതിക്കും അരാജകത്വത്തിനും നേതൃത്വം നൽകുന്ന ഈ പിണറായി വിജയന്റെ സർക്കാരിനെ ഇവിടെ നിന്നും ഈ കൊട്ടാരത്തിൽ നിന്നും വലിച്ചിറക്കുന്നത് വരെ യുവമോർച്ച സമരവും സമരത്തെയാണ് പോലീസ് ഇത് അതിക്രൂരമായി ലാത്തിചാർജും അതിക്രമവും നടത്തി. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് അടക്കമുള്ള പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ കെട്ട കൊണ്ടാണ് ഇവിടുത്തെ പോലീസും ഭരണകൂടവും തലചൊറിയുന്നത് എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നതാണ് യുവമോർച്ചയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിതീക്ഷ്ണമായ ഒരു സമരമുഖത്താണ് കേരളത്തിലെ യുവമോർച്ച. കഴിഞ്ഞ 2 മാസത്തോളമായി കേരളത്തിന്റെ ആത്മാഭിമാനമായി, കേരളത്തിന്റെ ആത്മീയ മേഖലയിൽ, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ, രാജ്യത്തുടനീളം ഉയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ മകുടമായ, നമ്മുടെ ഭക്തിയുടെ മകുടമായ നമ്മുടെ ശബരിമലയെ CPM-ഉം പിണറായി വിജയന്റെ മരുമോൻ മന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനും കോൺഗ്രസുകാരും സോണിയാഗാന്ധിയും ചേർന്ന് കട്ടുകൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ, ഇതിനെ എതിർക്കാൻ കേരളത്തിൽ ഒരു യുവജന പ്രസ്ഥാനമേ ഉള്ളൂ. ഈ നാട്ടിൽ ഭരണകൂടത്തിന് എല്ലാ മൗനാനുവാദങ്ങളും നൽകിക്കൊണ്ട് കോൺഗ്രസും നടത്തുന്ന ഈ മഹാകൊള്ളയ്ക്ക്, ഈ കരിങ്കൊള്ളയ്ക്ക്, ഈ കുറുവാ സംഘത്തിന്റെ മോഷണത്തിന് മറുപടി പറയാൻ, അതിനെ എതിർക്കാൻ കേരളത്തിൽ ഒരു ഡിവൈഎഫ്ഐക്കാരനെയും നമ്മൾ കണ്ടില്ല, ഒരു യൂത്ത് കോൺഗ്രസുകാരനെയും കണ്ടില്ല, ഒരു മുസ്ലിം ലീഗുകാരനെയും ഒരു യൂത്ത് ലീഗുകാരനെയും കണ്ടില്ല. ഇവിടെയെല്ലാം ചോര കൊടുത്തും അടിയേറ്റ് വീണും ഷെല്ലേറ്റും ഇവിടെയെല്ലാം വീണ് കിടക്കുന്നത് യുവമോർച്ചയാണ്. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ദേഹത്ത് കേരളത്തെ കാക്കിയിട്ട പോലീസ്, പിണറായിയുടെ പോലീസ് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തെരുവുകളിൽ മറുപടി പറയും. ഒരു സംശയവും വേണ്ടതായിട്ടില്ല. ഞങ്ങളെ ദേഹത്ത് തൊട്ടിട്ട് ഒരാൾ വീണാൽ, ഒരാളെ നിങ്ങൾ ഇല്ലാതാക്കിയാൽ കേരളത്തിൽ യുവമോർച്ച നടത്തുന്ന പ്രക്ഷോഭത്തിന് അന്ത്യം കുറിക്കാമെന്ന് പിണറായി വിജയ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാവാനുള്ള അവസരമാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു വെച്ചോളൂ. നിന്റെയൊക്കെ ഭരണമുണ്ടല്ലോ, പിണറായി വിജയന്റെ മരുമോനും മകളും നടത്തുന്ന കേരളത്തിന്റെ ഭരണം, ഈ ഭരണത്തിന് 45 ദിവസത്തിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ. നീയൊക്കെ ഭരണത്തിന്റെ ഈ പടിക്കെട്ടിറങ്ങി ഈ തെരുവിലൂടെ നടക്കുമല്ലോ, അന്ന് യുവമോർച്ച നിന്നെയൊക്കെ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ യുവമോർച്ച സമരം നടത്തുമ്പോ ടിയർ ഗ്യാസ്, യുവമോർച്ച സമരം നടത്തുമ്പോ ഗ്രനൈഡ്, യുവമോർച്ച സമരം നടത്തുമ്പോ ലാത്തി ചാർജ്. കഴിഞ്ഞ 8-10 വർഷമായി നിന്റെയൊക്കെ കീശയിൽ തിരികിയിട്ടുള്ള പഴക്കം ചെന്ന ഈ ടിയർ ഗ്യാസിന്റെ, ഈ കെമിക്കൽ വാതകത്തിന്റെ പ്രഹരമേറ്റിട്ടൊന്നും യുവമോർച്ചയെ കേരളത്തിനകത്ത് തകർത്തെറിയാൻ ഈ ഒരു പിണറായി വിജയനും ഒരു പോലീസും വിചാരിച്ചാലും നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഈ സമരം ഒരു സൂചനയാണ്. ഇവിടെ നീയൊക്കെ കോൺഗ്രസും CPM-ഉം അനിയമ്പാവയും ചാട്ടമ്പാവയും കളിക്കുകയാണ്. ഈ വിഷയം, ശബരിമല കൊള്ള, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇവിടെ നിന്ന്, പൊതുസമൂഹത്തിന്റെ ചർച്ചയിൽ നിന്ന്, മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇവിടെ അനിയമ്പാവയും ചേട്ടമ്പാവയും അതിനകത്ത് വടംവലി നടത്തുകയാണ് നിയമസഭയിൽ. നിന്റെയൊക്കെ ഈ കുമ്മാട്ടിക്കളി ഉണ്ടല്ലോ, നിന്റെയൊക്കെ ഈ തെരുവ് നാടകം ഉണ്ടല്ലോ, ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ യുവമോർച്ച കേരളത്തിലെ തെരുവുകളിൽ ഈ CPM-ന്റെ മന്ത്രിമാരെ തടയാൻ, CPM-ന്റെ മന്ത്രിമാരെ കേരളത്തിലെ തെരുവുകളിൽ ഇനി നിങ്ങളുടെ ചക്രവാഹനങ്ങളിൽ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പറയുന്നു തടുത്തോളൂ, ചെറുത്തോളൂ, പോലും കുറവോട്ടില്ല.
ശബരിമലയെ കൊള്ള നടത്തിയാരെ കോൺഗ്രസേ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾക്കെതിരെ പ്രതിഷേധം ആചരിച്ചു വരുന്നുണ്ട് തെരുവീതികളിൽ നേരിൽ കാണാം ജയ് 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 യുവമോർച്ച ഇല്ല സഹിക്കില്ല ഇല്ല പൊറുക്കില്ല ആർക്കട ഇവിടെ സ്വർണ്ണക്കല്ല് പിണറായി മൂരാച്ചി രാജിവെച്ച് പുറത്തു പോ ജയ് ജയ് യുവമോർച്ച ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ എസിക്കാരിൽ പായില്ല അറിയാമോ സമരമുഖങ്ങൾ ജയ് 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 യുവമോർച്ച അവിടെ നിന്നെ ഇവിടെ ഈ സമരത്തിന്റെ പേരിൽ സംസ്ഥാന ഉപാധ്യക്ഷ പെൺകുട്ടിയുടെ കണ്ണ് പോലീസിന്റെ അക്രമത്തിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷന് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. എന്ത് പോലീസാണ്? അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും കണ്ണു നോക്കിയിട്ടാണ് ഇവർ അടിച്ചിട്ടുള്ളത്. ഭയങ്കരമായ പരിക്ക് പറ്റി. ഞങ്ങളുടെ പ്രവർത്തകർ പല ആളുകളും അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് ചെയ്യാം. പോലീസിനെ കാണല്ലേ കേട്ടോ. ഒരു ആംബുലൻസ് പോലും ചെയ്തിട്ടില്ല. അവിടെ ഉദ്യോഗസ്ഥർ അവിടെ സംസാരിക്കും. അടിച്ചമർത്താൻ
ആരുണ്ടിവിടെ കാണട്ടെ പിണറായിയുടെ പോലീസ് കാക്കിക്കുള്ളിൽ പോലീസ് അവരെ ഞങ്ങൾ മാനിക്കും ദൈവം ഞങ്ങൾ പാലിക്കും കാക്കിക്കുള്ളിൽ താക്കളങ്ങൾ പോലീസ് അടിച്ചമർത്താൻ നോക്കണ്ടോ